ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ശ്രീ അണ്ണാ മലയാർ പാർക്ക് എന്നൊരു ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തു. ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടാണ്, ബേസിക്കലി ഒന്ന് ഫ്രഷ് ആകാനും ഡ്രസ്സ് മാറാനും വേണ്ടിയിട്ട്. ബാഗെല്ലാം അവിടെ വെച്ചു. പക്ഷേ നമ്മളിന്ന് ഇവിടെ താമസിക്കുന്നില്ല, ഇന്ന് രാത്രി തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇനി ഒരു ഡ്രസ്സ് ചേഞ്ച് കൂടിയുണ്ട്, അപ്പോൾ ഇടയ്ക്ക് വരാമല്ലോ. ഇത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ളൊരു നല്ലൊരു ഹോട്ടലാണ്. ഓക്കെ, ശ്രീ അണ്ണാ മലയാർ പാർക്ക്. അപ്പോൾ ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്യുന്നു, എന്നിട്ട് ഞാൻ ദേ ഇറങ്ങുന്നു. അപ്പം നമ്മൾ ഇതുപോലെയുള്ള സിറ്റികളിലൊക്കെ വരുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഓട്ടോ തന്നെയാണ്. ഒന്നും വഴി അറിയില്ലല്ലോ നമുക്ക്, പിന്നെ വണ്ടിയുടെ പാർക്കിങ് പ്രശ്നം. ഇതിപ്പോൾ ദീപാവലി സമയമാണ്, റോഡ് ഫുൾ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ് കേരള. കഴിച്ചായിരുന്നോ? ഞങ്ങളുടെ കൂടെ കഴിക്കാം. ഇല്ല കഴിച്ചിട്ട് വരും. അയ്യോ, അങ്ങനെ ഓട്ടോറിക്ഷയിൽ നമ്മൾ കാര്യം നടന്നു. എന്തായാലും ഇത് മുത്തു മെസ്, ഞാൻ നിൽക്കുന്നതിൻ്റെ പിന്നിലാണ് മുത്തു മെസ്. ഇത് ടിപ്പിക്കൽ ഒരു തിരുനെൽവേലി സ്റ്റൈലിലെ വെജിറ്റേറിയൻ മീൽസ് കിട്ടുന്ന കടയാണ്. തീർന്നിട്ടില്ലാന്ന് വിശ്വസിക്കുക. അപ്പോൾ ഈ തിരുനെൽവേലി സ്പെഷ്യൽ കുറച്ച് കാര്യങ്ങളുണ്ട്, വെജിറ്റേറിയൻ സോതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കറികളൊക്കെ. അപ്പോൾ അതെല്ലാം നമുക്കിവിടെ കിട്ടും. അതിങ്ങനെ വന്നിട്ട് അവിടെ പാർസൽ സെക്ഷനാണ്, പടി കയറി മുകളിലേക്ക് പോകണം. ഇവിടെ മീൽസ് വെജിറ്റേറിയൻ മീൽസ് അല്ലേ? ഇവിടെ സോതി ഉണ്ടോ? സോതി കറി ഇരിക്കേ. ഓക്കെ. തോരൻ, ഇത് കൂട്ട്. ഇത് എന്ത് കൂട്ട്? ചൗ കൂട്ട്. ഇത് പൂഷണിക്ക തക്കാളി പച്ചടി. പൂഷണിക്ക തക്കാളി പച്ചടി. ഇത് ചൗ കൂട്ട്. ഇത് ക്യാബേജ് പൊരിയൽ. കുഞ്ഞി എരിച്ചോറ്. ഓക്കെ, വൈറ്റ് റൈസ് കുറച്ച് മതി. അപ്പളം. യെസ്. ഇനി സോതി കറി. അത് ഒഴിച്ചു കറിയാണ് അല്ലേ? സോതി തേങ്ങ അരച്ചത്. ഓക്കെ, അപ്പോൾ കറികളെല്ലാം വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. സോതി കറി ഞാൻ ചോദിച്ചത്, അല്ലെങ്കിൽ ഉണ്ട് ഇവിടെ. ഇത് തിരുനെൽവേലി വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു സ്പെഷ്യലാണ് സോതി. അപ്പോൾ നമുക്ക് ഏതായാലും അറിയാൻ പറ്റുമല്ലോ. അത് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ അതുമല്ല അവരുടെ ഇഞ്ചി പച്ചടി, അതും വളരെ. ഇത് ഇഞ്ചി പച്ചടി തിരുനെൽവേലി സ്പെഷ്യൽ. നമ്മുടെ അച്ചാർ പോലെയാണ് അല്ലേ? കേരള ഇഞ്ചിക്കറി മാതിരിയാ? ആ, ഇഞ്ചി പച്ചടി ഇത് ഇവരുടെ സ്പെഷ്യലാണ്. പിന്നെ ഇതെല്ലാം ഇന്നത്തെ കറികളാണ്. ബീൻസ് പൊരിയൽ, ബട്ടർ ബീൻസ്, ഇതെല്ലാം ഇതിൻ്റെ കൂടെ വരുന്നതാ? എക്സ്ട്രാ. ഇത് ഇത്രയും 150. അതായത് 150 റുപ്പീസിൻ്റെ ഒരു മെനു ആണ് ആദ്യം തരുന്നത്. ചോറ്, പൊരിയൽ, ഈ തൂക്കിലുള്ള സാമ്പാർ, വത്തക്കുളമ്പ്, പിന്നെ രസം, മോര്. വത്തക്കുളമ്പ് കിട്ടും അല്ലേ? വത്തക്കുളമ്പ്, ഇത്രയും കറിയും കൂടി ചേർത്ത് 150. ഇതെല്ലാം എക്സ്ട്രാ ആണ്. ഇത് എക്സ്ട്രാ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പരിപ്പ് വരും. പരിപ്പ് ഇതെല്ലാം വരും 150. ഓക്കെ. സോതി 40 റുപ്പീസ് ആണ് സോതി പറഞ്ഞ കറി. മോർ കുളമ്പ് 30 റുപ്പീസ്. 40 റുപ്പീസ്. 30 രൂപ. എല്ലാത്തിനും സെപ്പറേറ്റ് ആണ്. ഇത് 20 രൂപ. ഇത് ഉരുളക്കിഴങ്ങ്, പാവയ്ക്ക പൊരിയൽ 20 റുപ്പീസ്. 20 റുപ്പീസ്. 30 റുപ്പീസ്. ചേമ്പക്കിഴങ്ങ് 20 റുപ്പീസ്. വാഴപ്പൂവിൻ്റെ പൊരിയൽ. അപ്പോൾ ഇതെല്ലാം കൂടി എത്ര വരും? 1 2 അതന്നെ. ഇതെല്ലാം കൂടി എത്ര വരും ടോട്ടൽ? ഒന്ന് പൈസ പറയോ? അറിയാൻ വേണ്ടിയിട്ടാണ്. അയ്യോ, കോളിഫ്ലവറും കൊണ്ടുവരാൻ പോവാണ്. എല്ലാം കൊണ്ട് തരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇത് 30. ഓക്കെ. 30 20 30 40 അങ്ങനെ വരും. ഇതെല്ലാം കൂടെ ഒരു 10 മൊത്തം ഇത് കഴിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 500 രൂപയാവും അല്ലേ? 310 500 റുപ്പീസ് ആവും ടോട്ടൽ. നമ്മൾ ഇത്രയും സ്പെഷ്യലോട് കൂടി കഴിക്കുകയാണെങ്കിൽ, സാധാരണ നോൺ വെജ് കഴിക്കുമ്പോഴാണ് ഒരുപാട് സ്പെഷ്യലിന് എക്സ്ട്രാ പൈസ കൊടുത്ത് വാങ്ങിയത്. പക്ഷേ ഇതൊരു പുതുമയുള്ള അനുഭവമാണ്. വെജിറ്റേറിയൻ ഒരു ഷോപ്പിൽ നോർമൽ വെജിറ്റേറിയൻ മീൽസിൻ്റെ കൂടെ എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടുകയും അതും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ എല്ലാം കൂടെ ഒരു 500 റുപ്പീസിൻ്റെ മീലായി മാറുകയും ചെയ്യും. ഓക്കെ, എൻ്റെ ഫേവറേറ്റാണ്. തമിഴ്നാട് വന്നാൽ വത്തക്കുളം. യെസ്, 20 റുപ്പീസ് എക്സ്ട്രാ. പിന്നെ വരുന്നു വാഴപ്പൂവിൻ്റെ വട. വാഴപ്പൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂമ്പ് വട. എത്ര അടിപൊളി സാധനങ്ങളുണ്ട്. ഇഞ്ചി പച്ചടി, നമ്മുടെ ഇഞ്ചിക്കറി തന്നെയാണ്. ഇവരുടെ ഇഞ്ചി പച്ചടി എന്നാണ് പറയുന്നത്. സോതി തിരുനെൽവേലി സ്പെഷ്യലാണ്. തേങ്ങ അരച്ചത് കറി. യെസ്,
ഇത് ചുണ്ടയ്ക്ക വത്തക്കുളമ്പായിട്ട് ചുണ്ടയ്ക്കയുടെ പീസസ് ഒക്കെ കിട്ടുന്നുണ്ട്. അതും അപ്പളവും കൂടി നല്ല കോംബോ ആണ്. പായസം പൈസ വേണോ? ഇതും 20 ഫ്രീയാ ഈ മീൽസിൽ കൊടുക്കുമോ? ഓ അത് ശരി. പായസം ഉണ്ട് കേട്ടോ 150. നല്ല ചൂട് ചൂട് വട. ഇത് വാഴക്കൂമ്പിൻ്റെ വടയാണ്. നൈസ്. അതാണല്ലോ അടിപൊളി. എനിക്ക് അല്ലെങ്കിൽ പരിപ്പോട ചോറിനൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. ഇത് വാഴക്കൂമ്പിൻ്റെ വട. പരിപ്പും കൂടി ചേർത്താട്ടോ ഉണ്ടാക്കുന്നു. സൂതി ഇതൊരു കുറുമ പോലെയാണ് കേട്ടോ. സൂതി ലൈക്ക് എ സ്റ്റ്യൂ. ഇതാണ് മോർക്കുളമ്പ്. മോർക്കുളമ്പ് ഉണ്ടാക്കുന്നത് ഞാൻ നമ്മുടെ എല്ലാ വ്ളോഗ്സിൽ കാണിച്ചിട്ടുണ്ട്. വടയിട്ട മോർക്കുളമ്പ് കടലപ്പരിപ്പും പച്ചരിയൊക്കെ അരച്ച് ചേർക്കും. ഇത് വാഴപ്പൂ തോരനല്ല, ഇവരുടെ പൊരിയൽ. വാഴക്കൂമ്പിൻ്റെ പൊരിയൽ. അതിൻ്റെ പൂവാണ് കേട്ടോ. കൂമ്പ് മാത്രമല്ല, കൂമ്പിനകത്തുള്ള പൂവില്ല, അതും കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പായസം കുറിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ തിരുനെല്വേലി സ്പെഷ്യൽ വെജ് ഫുഡ് കണ്ടല്ലോ. അത് നിങ്ങളെ എനിക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ മുത്തു മെസ്സിൽ തന്നെ വന്നത്. കാര്യം ഇവിടെ സോദിയും എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. ഇവിടുത്തെ മിൽക്ക് ഹൽവ എനിക്ക് കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ. ഇത് വളരെ ഫേമസ് ആണ്. അത് ഇറ്റ്സ് ഹോട്ട്. മധുരപ്രിയ എൻ്റെ ഫ്രണ്ടിൽ മിൽക്ക് ഹൽവ എത്തിയിരിക്കുന്നു. ഓ നന്നായിട്ടുണ്ട് കേട്ടോ. മേടിച്ചോണ്ട് പോവാം. ഇത് ഇവരുടെ അവിടെ ഉണ്ടാക്കുന്നതാണ്. ഇനിയോ പാൽഗോവ മിൽക്ക് ഹൽവ. ഈ അടുത്ത ആൾ ഇത്രയും നല്ലൊരു പാൽഗോവ കഴിച്ചിട്ടില്ല. 1/4 കിലോ 180, 360 ഹാഫ് kg. ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കുക്കിംഗ് ഡൺ വിത്ത് യൂസ് ഓഫ് കോൾഡ് പ്രസ് ജിഞ്ചലി ഓയിൽ, നല്ലെണ്ണ അല്ലെങ്കിൽ ആൻഡ് കോക്കനട്ട് ഓയിൽ. യൂസ് ഫ്രഷ് ഓയിൽ ഡെയിലി എണ്ണ മാറ്റും എന്നൊക്കെ എഴുതി വെച്ചിട്ട്. ഇവിടെ മറ്റൊരു കാര്യം ജെയിൻ ഫുഡ് പോലെ കേട്ടോ. വി ഫോളോ നോ ഓണിയൻ നോ ഗാർലിക് ഫുഡ് കൾച്ചർ. അത് ശരി. ഓക്കെ. ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കാത്ത ഭക്ഷണം. ഓക്കെ. 30 years old ഷോപ്പ് മുത്തു മെസ്. ഇത് ഇപ്പോൾ ലഞ്ച് ടൈം ആയി വരുന്ന സമയമാണ്. അപ്പോൾ ആൾ കൂടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇതിനകത്ത് പാർസൽ ഡെയിലി. മുത്തു മെസ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് 9944893223. ഇത് 12 മണി തൊട്ട് 4 മണി വരെയാണ് ഇവിടുത്തെ ഭക്ഷണം. ഓട്ടോ ചേട്ടൻ ശ്രമിക്കുക. പുള്ളിക്കാരൻ്റെ പേരൊക്കെ ചോദിക്കാം. പേരെന്നെ മാരിയപ്പൻ. ഓ മാരിയപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് മുഴുവൻ നമ്മളോടൊപ്പം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ടെമ്പിൾ പ്രൊമൈസസിൽ തന്നെ. ഈ ക്ഷേത്ര നഗരിയിൽ കടന്ന് കറങ്ങാണ്. ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഇവിടെ ഒരു ഹോൾസെയിൽ, ക്ഷേത്രത്തിൻ്റെ പിന്നാടി ബാക്ക് സൈഡിലൊരു ഹോൾസെയിൽ തുണി ലിക്കം റോഡൊക്കെ കൊണ്ടുപോവുകയാണ്. ഒരു ടെക്സ്റ്റൈൽസ് സാരിക്കടയിൽ. ചോദിച്ച് വരാണ് ശ്രീ മാതാജി. ഇവിടെ എല്ലാം കുറച്ച് ടെക്സ്റ്റൈൽസ് ഹോൾസെയിലിൻ്റെ കടകളാണ്. ഇതിൽ മാതാജി ടെക്സ്റ്റൈൽസാണ് നല്ല കട എന്നൊരു റെഫറൻസ് കിട്ടി. അങ്ങോട്ട് പോവാം. യെസ്, മാതാജി ടെക്സ്റ്റൈൽസ്. സോഫ്റ്റ് സിൽക്ക്. ഓക്കെ. ഇങ്ങനെ. ഓക്കെ. രണ്ട് കളർ അല്ലേ? ബോർഡർ മുന്താണി ബോർഡർ. ഓക്കെ. സ്റ്റോൺ വർക്ക്. ഓക്കെ.
ആ ഇത് ഓ ജാക്കറ്റാ ബ്ലൗസ് ഓക്കെ ബ്ലൗസിൻ്റെ ഓക്കെ ഇതൊക്കെ എന്താ വില? ഇത് കമ്മിയാ இருக்கும் ஜி இது உங்களுக்கு வெறும் 650 ரூபாய் 650 രൂപ അത്രേ ഉള്ളൂ ഇതിന്റെ പല കളേഴ്സ് கலர்ஸ் நிறைய இருக்கு ഓ நிறைய இருக்கே ഓക്കെ கலர்ஸ் காட்டுமா ആ കാട്ട് പല കളേഴ്സ് ഇത് ബ്ലൂ ആൻഡ് പിങ്ക് ഇതെല്ലാം ഒരേ ടൈപ്പ് സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് സിന്തറ്റിക് മിക്സ് ആണ് 650 റേഞ്ചാണ് ഇതെല്ലാം 650 സോഫ്റ്റ് ആണ് കണ്ട ഒരു സിൽക്ക് പോലെ ഇരിക്കും ഇതിൽ കുറച്ച് സ്റ്റോൺസ് ഒക്കെ ഉണ്ട് ആ ഇത് മതി ഇത് മതി ഓക്കെ ഇത് കോട്ടൺ വിത്ത് സിന്തറ്റിക് ചേർന്ന് വരുന്ന കോട്ടൺ എന്താ അതുപോലെ വിത്ത് ബ്ലൗസ് ഇതെല്ലാം 720 അല്ലേ 7 850 ഓക്കെ ഓക്കെ നോട്ട് പ്യുവർ ലിനൻ അല്ല അല്ല ഇത് ടൈപ്പ് ഇതൊക്കെ എന്താ വില? 490 എത്ര? 430 രൂപ ഓക്കെ ലിനൻ കോട്ടൺ ഓക്കെ 800 ഓക്കെ 800 ഭയങ്കര മിലുക്കി സാരീസ് ജംകീന്ന് ഫാൻസി സാരീസ് 700 രൂപ ആ റേഞ്ചാണ് ആ പല പല കളേഴ്സ് 700 റേഞ്ച് സെയിം റേറ്റാ? 800 ഓക്കെ 580 550 റേഞ്ച് ഡബിൾ കളർ ഇതൊരു സിൽക്കി ടൈപ്പാണ് കോട്ടൺ സിൽക്ക് പോലെ 2 ഷെയ്ഡ്സ് ഇത് നമുക്ക് ഗ്രേ ആൻഡ് ഗ്രീൻ എല്ലാം 550 നീത അംബാനി സാരി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് നീത അംബാനിയുടെ ട്രെൻഡിങ് സാരി ഇതൊക്കെ ഓൺലൈനൊക്കെ ഇപ്പോൾ കിട്ടുന്ന സാധനമാണ് ഇതെന്ത് വില? 700 ഓക്കെ എല്ലാ സാരിയും അവരുടെ ലക്ഷങ്ങൾ വിലയുള്ളത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇതുപോലത്തെ സംതിങ് സിമിലർ 700 600 രൂപ ഈ ടൈപ്പില്ല ഇതെല്ലാം കോട്ടൺ സിൽക്ക് ഗ്രീൻ ഓ മുട്ടായി പിങ്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ഇതെല്ലാം 750 600 രൂപ ഓക്കെ 600 ആ റേറ്റ് കമ്മിയാണ് ഹോൾസെയിലർ ആയതുകൊണ്ട് ഓക്കെ ഗ്രീൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഗ്രീൻ നൈസ് നല്ല ബോർഡർ ഫുൾ പ്രിൻറ്റ് ഇതൊന്ന് കുറച്ച് തുറന്നാണ് യാ നൈസ് ആ ഇത് അച്ഛാ 600 രൂപ മുന്താണി വരെ ഉണ്ട് യാ നൈസ് ഫുൾ വർക്ക് ഫുൾ വർക്ക് ബോഡി ഫുള്ളുണ്ട് ഓ 1 2 പല കളേഴ്സ് ഉണ്ട് അതെ നല്ല സാരി 600 റുപ്പീസ് നല്ല അത്യാവശ്യം ഒരു കോട്ടൺ സിൽക്ക് ടൈപ്പാണ് നമുക്കിങ്ങനെ പിൻ ചെയ്ത് വയ്ക്കാനും പറ്റും 600 രൂപയ്ക്ക് ഇത് നല്ലതാണ് നൈസ് ബോർഡർ ഏതൊക്കെ കളേഴ്സ് ഉണ്ട് ഇതെന്ത് കളർ ഇത് ഇവിടെ ഈ ലൈറ്റിൽ റെഡ് ആണോ മെജന്ത വിച്ച് കളർ റോസാ ഇവിടെ ഇടുന്നില്ലേ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ പക്ഷേ ഓറഞ്ച് ഓക്കെ യെസ് ഇതാണ് മെജന്ത ദിസ് ഇസ് മോർ ഓഫ് റെഡ് അതിൻ്റെ തന്നെ വ്യത്യസ്തമാണ് ഓ നൈസ് ഇത് കൊള്ളാം ആ മാറ്റി വെച്ചോളൂ നോക്കാം ഇതും കൂടെ ഒന്ന് കാണിക്കോ ഓറഞ്ച് ഓ ഭയങ്കര ഓറഞ്ചാണ് ഇതൊരു പീച്ച് ഓറഞ്ചാണ് യെല്ലോ ചേർന്ന ഓറഞ്ചാണ് കുറച്ചൊരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഓക്കെ നൈസ്
600. Yeah, okay. 600 only. ഇതെല്ലാം ഓക്കെ അയച്ചാ അപ്പോൾ ഇതിൽ ഇത്ര 4 കളേഴ്സാണോ? വേറെ കളേഴ്സ് ഇല്ല? 5 6 കളേഴ്സ്. മറ്റേ ടൈപ്പ് നല്ല ഫ്ലോറൽ പ്രിന്റ് ബോംബെ കോട്ടണോ? അറിയാം ഈ ടൈപ്പ് സാരി. പക്ഷേ ഇതിൻ്റെ പ്രിന്റ് കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇതാണ് സാരി. കണ്ടോ ഇങ്ങനെ ഭംഗിയായിരിക്കും. എനിക്ക് ഈ ഫ്ലവറാണ് ഇഷ്ടമായത്, നല്ല ഫ്ലോറൽ. ഇതെന്താ ഇത് കാട്ടൺ ജി സിൽക്ക് കാട്ടൺ റേറ്റ് ഒരു 670 രൂപ. 670. 670. അതിൻ്റെ വേറെ കളേഴ്സ്, വേറെ പ്രിന്റ്. ലാവൻഡർ വേണ്ട. പീക്കോക്ക് കോട്ടൺ ടൈപ്പ്. വേറെ ഇത്ര മിനുക്കില്ലാത്ത ഏതെങ്കിലും ഗ്ലേസിങ് അല്ലല്ല, മെറ്റീരിയൽ ഇത്ര ഗ്ലേസിങ് വേണ്ട. 370. 370. ഓ നൈസ്. ഇത് പ്രിന്റഡ് ക്രേപ്പാണ്. നോക്കിക്കോളൂ, ഇങ്ങനെ ഇരിക്കും. ഇത് വേറെ കളറാണ്. പ്രിന്റഡ് ക്രേപ്പ് നൈസ്. ഒരു ഒറിജിനൽ ക്രേപ്പൊന്നും അല്ല കേട്ടോ, പക്ഷെ നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഡിജിറ്റൽ പ്രിൻ്റുള്ള സംഭവമാണ്. 370 ഒക്കെ ഉള്ളൂ ഇതിൻ്റെ വില. ഓക്കെ, ഇത് കൊള്ളാം. ഇത് ഇങ്ങനത്തെ കുറേ സാരീസ് ഉണ്ട് കേട്ടോ, പല കളേഴ്സ്. അതെ, കോമ്പിനേഷൻസ്. പൂനം സാരീസ്. ഇത് 3 കളേഴ്സ്. ഇത് ക്രേപ്പ്. ഇത് 3 കളർ ഇങ്ങനെ വരും. ഇതെല്ലാം 370 വിത്ത് ബ്ലൗസ്. ഇതെല്ലാം പൂനം സാരീസാണ്. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഫ്ലോറൽ. അതിൻ്റെ ഗ്രീൻ. ഓ എല്ലാം പൂക്കൾ. ഇതെല്ലാം എന്ത് വില? പൂനം സാരീസ് 470. ഓക്കെ, പക്ഷെ നല്ല മെറ്റീരിയൽ, സോഫ്റ്റ്, വെരി നൈസ്. അതേപോലത്തെ പിങ്ക് ഇതുപോലെ ഇരിക്കും. പിന്നെ അതിൻ്റെ ബ്ലൂ കുറേ ഉണ്ട് അങ്ങനത്തെ സാരീസ്. ഇതെല്ലാം 470 അല്ലേ? 470. ഡിജിറ്റൽ സെലിബ്രിറ്റി ചോയ്സ് എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ ലിനൻ കോട്ടൺ ടൈപ്പ് നൈസ്. ഈ ബ്ലൂ തന്നെ വേറെ കളേഴ്സ് ഉണ്ടോ? പിങ്ക് ഒക്കെ ഇതുപോലത്തെ ഫ്ലോറൽ പ്രിന്റ് നല്ല ഭംഗിയില്ലേ ഫ്ലോറൽ. ഞാൻ ഇങ്ങനെ ആ സൈഡ് ഈ സൈഡൊക്കെ നോക്കുകയാണേ, എൻ്റെ കണ്ണിൽ കാണുന്നതൊക്കെ ഞാൻ എടുത്തു. അത് തന്നെ. ഇതെന്നെ സാരി? ജോർജറ്റാ? എത്ര? ഓ 620. 690. ഓ അങ്ങനത്തെ സാരി. ഓക്കെ, 690. ജോർജറ്റ് ഇച്ചിരി ഹെവിയാണ്, നല്ല ഹെവി സാരി. 690. ഇതിൻ്റെ വേറെ കളേഴ്സും പ്രിൻറ്റും ഒക്കെ ഉണ്ടല്ലേ? അയ്യ, ഇതിൻ്റെ എനിക്ക് വേറെ കളർ കിട്ടിയാൽ നല്ലതായിരിക്കും. അത് ലിനൻ ടൈപ്പ് അല്ലേ? വാവ്, ഇത് കൊള്ളാം, നൈസ്. എൻ്റെ പിക്ചർ നോക്കൂ. ആഹാ, റോസാപ്പൂവിൻ്റെ. ഇതെന്ത് വിലയെന്നാ പറഞ്ഞേ? 399. Oh, that's nice. 399. That's very nice. അതിൻ്റെ തന്നെ പല കളേഴ്സ്. ഓറഞ്ച് ഫ്ലോറൽ, ഓറഞ്ച് ആൻഡ് ബ്ലൂ, പിങ്ക്. ഇത് വേറെ മോഡൽ, വീതിയുള്ള ബോർഡറായിട്ട്. ഇത് വേറെ മോഡൽ. ഇതും അത് തന്നെ വില 750. 725 വരെ. ഇതിൻ്റെ പല കളേഴ്സുണ്ട്. 750 ആണെങ്കിൽ വേറെ കളർ. അതിന് വീതിയുള്ള ബോർഡറാണ്. ഇങ്ങനത്തെ കളേഴ്സാണ് കുറച്ച്. അകത്താക്കി പോകും.
ഇതൊന്ന് മാറ്റി വയ്ക്കാവോ? വാ, ये अच्छा है. ഇത് कितना है? ഇത് ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. $450. So beautiful. It's a beautiful saree. Yo, 450. Okay, इधर रखे. Okay. കളേഴ്സ് അതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഗ്രേ വരുന്നുണ്ട്, അതിന് ലുക്ക് കളർ ഡിഫറൻസ് ഉണ്ട്. 450 ആ റേഞ്ചാണ്. അതിൻ്റെ തന്നെ ഞാനിപ്പോൾ എടുത്ത ബ്ലാക്കിൻ്റെ തന്നെ ഒരു റെഡ് ആൻഡ് മെറൂൺ. വാവ്, വെരി നൈസ് സാരി. അടിപൊളി. ഇഷ്ടമുള്ള ടൈപ്പ് സാരീസ്. സ്മോൾ അടിപൊളി സാരീസ് ആൻഡ് സാരീസ്. ദിസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ സാരി. എല്ലാം 450. 450. അടിപൊളി. യെസ്, അച്ഛാ മോഡല് നല്ല അടിപൊളി. കുറേ കിട്ടി. അച്ഛാ ഹേ ഏ സബ് അച്ഛാ. എനിക്കങ്ങനെ ആദ്യം ഒന്നും കാണിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല. ഇപ്പോൾ കറക്റ്റ് എൻ്റെ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. വാവ്, ये जॉर्जेट साड़ीस है. पूनम साड़ीस പക്ഷെ ഭയങ്കര ഭംഗി. ഇതെല്ലാം 450-500 ആ റേഞ്ച് ആട്ടോ. What is popcorn? अदन्न वो क्या है पॉपकॉर्न सर? पॉपकॉर्न तो नहीं कपड़ा आएगा जो पॉपकॉर्न आप निकालो बाहर निकालो हाँ पॉपकॉर्न सारी എന്താന്ന് നോക്കാം. 3 കളേഴ്സ് 3 ഡിസൈൻ. അത് വെളിയിലെടുത്താലേ അറിയാൻ പറ്റുള്ളൂ. നോക്കട്ടെ. ഇതാണ് പോപ്കോൺ സാരി. എന്താ പറയുക, ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 399. ഈ ടൈപ്പ് അതിൽ അതിൻ്റെ പല കളേഴ്സ് ഉണ്ട്. നല്ല കളർ കോമ്പിനേഷൻസ്. ഞാൻ എല്ലാം വരി വെള്ളമാക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് നോക്കുമ്പോൾ ഒരു രക്ഷയില്ല. ഭയങ്കര വൈബ്രൻറ്റ്. ഐ ലൈക്ക് വൈബ്രൻറ്റ് കളേഴ്സ്. എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലൂ ആൻഡ് പിങ്ക്. ഇതൊക്കെ 399. ഓക്കെ, അതന്നെ 399. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ കുറേ സാരികളുടെ കാര്യം തീരുമാനമായി മേടിക്കാൻ. ഇത് കൊള്ളാം, നൈസ്. ഇതെടുക്കുന്നു, കുറേ എടുത്ത് മാറ്റി വെക്കുവാണ്. ആക്ച്വലി പറഞ്ഞാൽ കുറേ നേരം കൂടി ഇരുന്ന് വിശാലമായിട്ട് നോക്കിയാൽ ഒരുപാട് സാരീസ് ഉണ്ട് ഇവിടെ. പക്ഷെ അവർക്ക് സമയമില്ല, എനിക്ക് സമയമില്ല. ഭയങ്കര തിരക്കുമാണ് കടയിൽ. കുറേ സാരി എടുത്തിട്ടുണ്ട്. സാധാരണ എടുക്കുന്ന അത്ര എടുത്തില്ലെങ്കിലും ഒരു 10-12 സാരി എടുത്തു തോന്നുന്നു. കാര്യം ഇവർക്ക് ഇന്ന് ഭയങ്കര ബിസി ഡേ ആണ്. ഇവിടെ ആൾക്കാരെ ബഹളം. ഇവിടെ നിന്ന് സമാധാനമായിട്ട് എടുക്കാൻ പറ്റില്ല ദീപാവലി സ്പെഷ്യൽ. എങ്കിലും അതിനിടയിൽ കൂടി ഇത്രയും ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മാതാജി ടെക്സ്റ്റൈൽസ് ഹോൾസെയിൽ ഇറങ്ങുന്നു. നമ്മുടെ തിരുനെൽവേലി ടൗൺ. ഇതെല്ലാം മാർവാടീസാണ്, രാജസ്ഥാനി പീപ്പിളാണ് ഇവിടെ ടെക്സ്റ്റൈൽസും ജ്വല്ലറി എല്ലാം ചെയ്യുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ വേറെ കടകളെന്ന് വെച്ചാൽ RMKV, പിന്നെ പോത്തീസ്, ചെന്നൈ, അങ്ങനത്തെ കുറേ കടകളുണ്ട്. അതിൻ്റെ ഒരു ഏരിയ ഉണ്ട്. സാധാരണ വാങ്ങിക്കാത്ത അത്രയും വാങ്ങിച്ചിട്ട് ഒരു 13 സാരി വാങ്ങിച്ചിട്ടുണ്ട്. സോ ഇവിടുത്തെ തിരക്ക് കാരണമാണ് കേട്ടോ. എന്തായാലും ലാഭമാണ്. എല്ലാം കൂടി ഒരു 5000 ആയിട്ടുള്ളൂ. അയ്യോ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. ഇനി ഒരു ജ്യൂസ് കുടിച്ചിട്ടേ ഉള്ളൂ. ബാക്കിയായിട്ട് ഒരു സർബത്ത് കടയിലേക്ക് പോകണം. ഇവിടുത്തെ പഴയ ഒരു ഫേമസ് കടയിലേക്ക് പോകാം.
തിരക്ക് പിടിച്ച് നഗര കാഴ്ചകളാണ് ഇതെല്ലാം. ഒരു മാർക്കറ്റ് ഏരിയയാണ്. ഇവിടുത്തെ ഒരു പഴയ കാലത്തെ ജ്യൂസ് കടയാണ്, ഒരു സർബത്ത് കട. പക്ഷെ അവിടെ നല്ല തിരക്കാണ്. ഇപ്പം അത്ര തിരക്കുണ്ടോ എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് നിൽക്കുന്നുണ്ട്. അവർ ചാക്ക് തൂക്കിയിട്ടിരിക്കുന്നില്ല, തന്നെ ചാക്ക് കർട്ടനാണ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ പഴ സർബത്താണ്, പഴം ജ്യൂസ്. ഓക്കെ, പഴം ജ്യൂസ്. ഇതേ നോക്കൂ, നമ്മുടെ പേങ്ക എന്ന് പറഞ്ഞ കായില്ലേ, ഇതിൻ്റെ പഴമാണത്. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, പഴം ജ്യൂസ് എന്നാണ് പറയുന്നത്. ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് ഐസ് കോൾഡായിട്ട് ഐസൊക്കെ ഇട്ടിട്ട്. ഇതാണ് ഇത് പഴം ജ്യൂസ് എന്നാ പറയാ, മിക്സഡ് പഴം, മിക്സ്ഡ് ഫ്രൂട്ട് സർബത്താ ജ്യൂസ്. അടിപൊളി, നല്ലായിരിക്കാം. ഈ പഴമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ പഴം ഇരിക്കെ? എന്ത് പഴം? ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്. ഓക്കെ, ഗ്രേപ്സ്, ആപ്പിൾ, ഓറഞ്ച് പ്ലസ് ഈ പേങ്ക പറഞ്ഞ അത് പഴുത്ത പഴം. ഇതൊക്കെ കൂടി വരുന്നു. അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ഈ ചൂട് വേർത്ത് വരുമായിരുന്നു. എന്തൊരു ആശ്വാസം. തിരക്ക് പിടിച്ച റോഡാണ് എൻ്റെ ഫ്രണ്ടിൽ. എത്ര വർഷമായിരുന്നു? 50 years. ഓക്കെ, 50 വർഷം പഴക്കം. ഇന്ന പ്ലേസിൽ തന്നെ 50 വർഷമായിട്ട് ഈ കട തന്നെ. ഇത് അച്ഛൻ്റെ ഫോട്ടോ ഉണ്ടോ? അച്ഛനാണ് സ്റ്റാർട്ട് ചെയ്തത്. അച്ഛനെ പോലെ തന്നെ മോനെ കാണാൻ സെയിം. ഈ പഴത്തിൻ്റെ പേരെന്താ? എന്നാ പേര്? ഈ പഴപ്പഴം, നാട്ടുപഴം, നാട്ടുപഴം എന്നാണ് പറഞ്ഞത്. പേങ്കാണ് നമ്മളത്. ഈ അവിയലിലൊക്കെ ചില ആൾക്കാരൊക്കെ ഇട്ടില്ലേ, നമ്മൾ മെഴുക്ക് വരട്ടും എല്ലാം. ഇത് എത്ര മണി തൊട്ട് എത്ര മണി വരെ ഇരിക്കേ കട? ഇത് മോർണിംഗ് രാവിലെ തുടങ്ങും. 4 ഏർലി മോർണിംഗ്, രാവിലെ കാലല്ലേ 4 മണിക്ക് അല്ല 10 മണി തൊട്ട് 4 മണിക്ക് ക്ലോസ് ചെയ്യോ? പിന്നെ നൈറ്റ് ഉള്ളി പഴം. ഓഹോ, ജ്യൂസ് കിടക്കാതാ നൈറ്റ്? ഓ, എത്ര രൂപയെന്നറിയാമോ? 15 രൂപയേ ഉള്ളൂ. ഒരു ഗ്ലാസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സിൻ്റെ ഒരു മിക്സ്. സർബത്തെന്ന് പറയാം, ഫ്രൂട്ട് ജ്യൂസ് എന്നാണ് പറഞ്ഞത്. പഴം ജ്യൂസ്, പലതരം പഴം, കപ്പപ്പഴം, നമ്മുടെ പേങ്കാട പഴം, പിന്നെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ്. പപ്പാര ടേസ്റ്റ്, രക്ഷയില്ല. കുറേ ഐസ് ഇട്ടിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ കുടിക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാവും. പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ ഈ ചൂടത്ത് രാവിലെ തുടങ്ങിയിട്ട് വൈകുന്നേരം 4 മണിക്ക് ഇത് ക്ലോസ് ചെയ്യും. രാത്രിയൊക്കെ പഴം മാത്രമേ കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഇതല്ലേ അടിപൊളി. ഈ പ്ലേസ് ഊര് ഇത് മാർക്കറ്റ് ഏരിയ ലാല കോർണർ. കടക്ക് പേരാ ഈ പ്ലേസ്? ലാല കോർണർ എന്നാണ് പറഞ്ഞത് ഈ സ്ഥലം. ഓക്കെ, ഇവിടെ ബോക്സ് ഇടാനായിട്ട് സ്ഥലമുണ്ട്. റോഡ് സൈഡാണ്, നിറച്ച് വാഹനങ്ങൾ തേരാപാര പോകും. ഇതൊരു ജംഗ്ഷൻ പോയിന്റ് പോലെ ലാല കോർണർ. ഇത് തിരുനെൽവേലി ടൗൺ തന്നെയാണ് ലാല കോർണർ. പഴം ജ്യൂസ് കട. ഇതിൻ്റെ തമിഴാണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല. 50 വർഷം പഴക്കം. ഫ്രൂട്ട്സ് കട എന്നൊരു പേരാണ്. ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു സൈഡിൽ കൂടെ പശു വരണം, വേറെ സൈഡിൽ കൂടെ ബസ്. അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇനി വീണ്ടും ഒരു ഡ്രസ് ചേഞ്ച്, അത് വീണ്ടും നമ്മൾ തിരക്ക് പിടിച്ച കാഴ്ചകളിലേക്ക് ഇറങ്ങാൻ പോവാണ്. തിരുനെൽവേലി വിശേഷങ്ങൾ തീരുന്നില്ല. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാണ്.